സംസ്ഥാനത്ത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ സർക്കാരിനെയും പാർട്ടിയെയും വെട്ടിലാക്കി വീണ്ടും ഇ.പി. ജയരാജൻ രംഗത്ത്. ഇ.പി. ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉള്ളത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വാദമാണ് ഇ.പി. ജയരാജൻ പുസ്തകത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയുണ്ടെങ്കിലും ഇതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനെക്കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്നത് മാത്രമല്ല, താരതമ്യേന ദുർബലമാണെന്ന വാദവും ജയരാജൻ പുസ്തകത്തിൽ ഉയർത്തി. സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്നും സംശയമുണ്ടെന്നും ഇ.പി. ജയരാജൻ പറയുന്നു. ഇതുകൂടാതെ പി. സരിനെതിരെയും ജയരാജൻ രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും പി.വി. അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും ഇ.പി. പറയുന്നു. സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും ഇ.പി. പറയുന്നുണ്ട്. അൻവറിന്റെ പിന്നിൽ തീവ്രവാദ ശക്തികളുണ്ടെന്നും ഇ.പി. എഴുതുന്നുണ്ട്. വിവാദ ദല്ലാൽ വിഷയത്തിലും ഇ.പി. തുറന്നെഴുതിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണെന്നും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി തന്നെ കേൾക്കാതെയാണെന്നും ഇ.പി. എഴുതുന്നു. താൻ ഇല്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് തന്നെ നീക്കുമെന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് താൻ നേരിട്ട ഏറ്റവും വലിയ പ്രയാസം. കേന്ദ്ര കമ്മിറ്റിയാണ് തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ഇ.പി. തുറന്നെഴുതുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ രീതിയിൽ ചർച്ചയാക്കിയത്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചയാക്കിയതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഇ.പി. എഴുതുന്നു. ദേശാഭിമാനി പത്രം സാന്റിയാഗോ മാർട്ടിൽ നിന്നും പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയെ അറിയിച്ച ശേഷമായിരുന്നുവെന്നും ഇ.പി. എഴുതുന്നുണ്ട്. എന്നാൽ VS തനിക്കെതിരെ ഇത് ആയുധമാക്കുകയാണ് ഉണ്ടായത്. വിഭാഗീയതയുടെ കാലത്ത് വലിയ രീതിയിൽ പലരും തനിക്കെതിരെ ഈ വിഷയം എടുത്തിട്ടു. തന്നെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചുവെന്നും ഇ.പി. എഴുതുന്നു. ഏറെ വിവാദമായ വൈദേകം റിസോർട്ടിനെ കുറിച്ചും ഇ.പി. എഴുതുന്നുണ്ട്. നേതാക്കൾക്ക് താമസിക്കാനാണ് ഈ കെട്ടിടം ഒരുക്കിയെന്നാണ് ഇ.പി.യുടെ വാദം. റിസോർട്ട് എന്ന പേര് നൽകിയത് മാധ്യമങ്ങളാണ്. മകന്റെയും ഭാര്യയുടെയും പണമാണ് നിക്ഷേപിച്ചതെന്നും അവ കള്ളപ്പണമാണെന്ന് പിന്നീട് പറഞ്ഞു പരത്തുകയായിരുന്നുവെന്നും ഇ.പി. പറയുന്നു. എന്നാൽ വാർത്തകൾ നിഷേധിച്ച് ഇ.പി. രംഗത്തെത്തി. താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും ഇ.പി. പ്രതികരിച്ചു.